ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിൽ പലർക്കും എപ്പോഴും ഉള്ള ഒരു സംശയമാണ് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി ഏത് സമയം നമ്മളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളത്. ഇത് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആര് വേണമെങ്കിലും ആകാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അതെങ്ങനെയാണെന്നല്ലേ, ഇതിനുള്ള ഒരു 15 ടിപ്സായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെക്കുറിച്ച് എപ്പോഴും ആരെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ ഓർമ്മിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ഹസ്ബൻഡ് എപ്പോഴും ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെ ഓർക്കുന്ന എന്തെങ്കിലും ഒരു സാധനം എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾക്ക് തന്ന ഗിഫ്റ്റ് എന്തെങ്കിലും ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് എപ്പോഴും ഉപയോഗിക്കുന്ന പെർഫ്യൂം ആവാം, അല്ലെങ്കിൽ അവരുടെ ഷർട്ടാവാം. അങ്ങനെ അവർ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ മുമ്പിൽ കാണാൻ പറ്റും. അങ്ങനെ നിങ്ങൾ എപ്പോഴും കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർക്കുന്നുണ്ട് എന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെക്കുറിച്ചിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി എപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിനെ നിങ്ങൾ എപ്പോഴും സ്വപ്നത്തിൽ കാണും എന്നാണ് പറയുന്നത്. ഇത് രാത്രിക്ക് മാത്രമല്ല, പകലും കാണാൻ സാധിക്കും. അതായത് പകൽ സ്വപ്നം എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കുക്കിംഗ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു പണിയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു സമയം നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ വരികയും, അതായത് നിങ്ങൾ ഇങ്ങനെ പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ആ ഒരു വ്യക്തിനെ ഇങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെ ഓർക്കുകയാണ്. ഇപ്പോൾ കിടന്നുറങ്ങണം എന്നില്ല, അല്ലാതെ നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു വ്യക്തിയുടെ മുഖം വരും എന്നാണ് പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുഖം നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരാൾ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നുണ്ട് എന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പെട്ടെന്ന് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ വരും എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുകയോ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുവോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയാണെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നതാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ മെസ്സേജോ അല്ലെങ്കിൽ കോളോ ഒക്കെ നിങ്ങൾക്ക് വരികയാണെങ്കിൽ അതിനർത്ഥം ആ ഒരു സമയം ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുമായിരുന്നു എന്നതാണ്. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു വർക്കോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്, ഇതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ ഓർക്കുന്നത് ആ ഒരു വ്യക്തി എന്നെ ഒന്ന് വിളിക്കുമായിരുന്നെങ്കിൽ എന്ന്. പെട്ടെന്ന് നിങ്ങളെ ആ ഒരു വ്യക്തി വിളിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുകയാണ് ആ ഒരു വ്യക്തിക്ക് ഒന്ന് മെസ്സേജ് അയച്ചാലോ, അപ്പോഴേക്കും ആ ഒരു വ്യക്തിയുടെ മെസ്സേജ് നിങ്ങൾക്ക് വരികയാണ്. ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് ആരുടെയെങ്കിലും മെസ്സേജോ കോളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി ആ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടായിരുന്നു എന്നതാണ്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അവരെ കുറിച്ചിട്ടുള്ള ഒരു ഇമോഷണൽ ഫീലിങ്സ് എപ്പോഴും അനുഭവപ്പെടും എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളെക്കുറിച്ചിട്ട് ഓർക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യം നിങ്ങൾ ചിന്തിക്കുന്ന ഉടൻ തന്നെ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് എന്തൊക്കെയോ ഒരു ഇമോഷൻസും കാര്യങ്ങളൊക്കെ കയറി വരികയാണ്. അതായത് നിങ്ങൾ ഭയങ്കര സന്തോഷത്തിരിക്കുകയായിരുന്നു, പെട്ടെന്നാണ് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് സങ്കടം വരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയാണ്, അപ്പോഴാണ് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ കാര്യം ഓർക്കുന്നത്. പെട്ടെന്ന് നിങ്ങൾക്ക് സന്തോഷം വരികയാണ്. ഇങ്ങനെ നിങ്ങളുടെ ഇമോഷൻസൊക്കെ ഇങ്ങനെ മാറി മാറി വരികയാണ് ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നതാണ്. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ ഓർക്കുന്ന ആ ഒരു വ്യക്തിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഹസ്ബൻഡ് വൈഫിനെ ഓർക്കുകയാണ്, അല്ലെങ്കിൽ വൈഫ് ഹസ്ബൻഡിനെ ഓർക്കുകയാണ്. പെട്ടെന്നായിരിക്കും അയാളുടെ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ആ ഒരു സെയിം ഡ്രസ്സിങ്ങിലുള്ള ഒരാൾ കാണുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനുള്ള വാച്ചോ അല്ലെങ്കിൽ ഷൂവോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഒരാൾ നിങ്ങളുടെ മുമ്പിൽ കാണുകയാണ്.
നിങ്ങളുടെ ഹസ്ബൻഡ് ഉപയോഗിക്കുന്ന സെയിം സാധനം യൂസ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിൻ്റെ സെയിം ഡ്രസ്സോ, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കാണുവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിൻ്റെ പേരോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേരോ, അതൊക്കെ നിങ്ങൾ എവിടെയെന്നെങ്കിലും എപ്പോഴും ഇങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി ആ ഒരു സമയം നിങ്ങളെക്കുറിച്ചിട്ട് ഓർക്കുമായിരുന്നു എന്നതാണ്. ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പെട്ടെന്നൊരു വ്യക്തിയെ കാണാനോ വിളിക്കാനോ ഒക്കെ തോന്നാറുണ്ടോ? അതും നിങ്ങൾ നല്ല കൂൾ ആൻഡ് കാമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, എനിക്ക് ആ ഒരു വ്യക്തിനെ ഒന്ന് വിളിക്കണം, അല്ലെങ്കിൽ കുറേ ആയല്ലോ ആ ഒരു വ്യക്തിയോട് ഞാനൊന്ന് മിണ്ടിയിട്ട്. നിങ്ങൾക്ക് വിളിക്കാനോ മെസ്സേജ് അയക്കാനോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി ആ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ഓർക്കുമായിരുന്നു എന്നതാണ്. ഇനി എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് തോന്നും അവരുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒന്നില്ലെങ്കിൽ നേരിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് തോന്നും, അതായത് നേരിട്ട് കണ്ടിട്ട് അവരോടൊന്ന് സംസാരിക്കാനോ, അല്ലെങ്കിൽ ഫോൺ വിളിച്ച് സംസാരിക്കാനോ, ഇങ്ങനെ എപ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി ഏത് സമയം നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നതാണ്. ഇനി ഒൻപതാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുകയോ, അല്ലെങ്കിൽ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ആ പേജിൻ്റെ ലിങ്ക് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ കയറിയിട്ട് മെസ്സേജ് അയക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ഒമ്പതാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതാണ്, നിങ്ങൾക്ക് നിങ്ങളെ ഓർക്കുന്ന ആ ഒരു വ്യക്തിയുടെ സ്മെല്ല് അനുഭവപ്പെടും എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളെക്കുറിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ ഓർത്ത് നടക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, ആ ഒരു ആളുടെ സ്മെല്ല് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഈവൻ അവർ യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂം ആണെങ്കിൽ ആ ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ലായിട്ടോ, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് അനുഭവപ്പെടുകയും അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ആ സമയം ഓർക്കുന്നുണ്ട് എന്നതാണ്. ഇനി പത്താമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് തോന്നും ആ ഒരു വ്യക്തിയായിട്ട് കുറച്ചധികം നേരം സംസാരിക്കണമെന്ന്. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുകയോ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുകയോ, TV കാണുകയോ, അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലുമൊക്കെ കാണുന്ന സമയത്ത് ഒരു വ്യക്തിയെ നിങ്ങൾ മിസ് ചെയ്യുകയും ആ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് സംസാരിക്കാൻ തോന്നുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി ആ ഒരു സമയം നിങ്ങളെക്കുറിച്ചിട്ട് ഓർക്കുന്നുണ്ട് എന്നതാണ്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫിനെ ആയിരിക്കാം, അല്ലെങ്കിൽ വൈഫാണെങ്കിൽ ഹസ്ബൻഡിനെ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആര് വേണമെങ്കിലും ആകാം. ഇങ്ങനെ ആരോടെങ്കിലും പെട്ടെന്ന് നിങ്ങൾക്ക് സംസാരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നതാണ്. ഇനി 11ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ മനസ്സാണ്. അതെ, നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് തന്നെ പറയുകയാണ്, ഈ ഒരു സമയം ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ് എന്നത്. അതായത് നിങ്ങളോട് നിങ്ങളുടെ മനസ്സ് തന്നെ പറയുകയാണ്. നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നത്, ഈ ഒരു സമയം ആ ഒരു വ്യക്തി നിങ്ങളെ ഓർക്കുകയാണ് എന്നത്. ഇങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു സമയം ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നതാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു വ്യക്തിയുടെ മുഖം കടന്നു വരികയാണ്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് സങ്കടമോ വിഷമോ ഒരു കുറ്റബോധമോ ഒക്കെ തോന്നുകയാണെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി ആ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നതാണ്. ഇനി 13ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കോയിൻസിഡൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഓരോരോ കോയിൻസിഡൻസ് ഉണ്ടാകുമ്പോൾ അതിനർത്ഥം ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ് എന്നതാണ്. അതായത് ഒരു ഉദാഹരണം പറയാം, നിങ്ങൾ ഇപ്പോൾ ഒരാളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഫോണോ അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ഫോണൊക്കെ എടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു വ്യക്തിയുടെ മെസ്സേജോ അല്ലെങ്കിൽ കോളോ നിങ്ങളുടെ ഫോണിലേക്ക് വരികയാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പോവുകയാണ്. അങ്ങനെ നടക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ കാണുകയും
അങ്ങനെ എന്തെങ്കിലും ഒരു കോയിൻസിഡൻസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയാണെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുമായിരുന്നു എന്നതാണ്. ഇനി 14ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ കുറിച്ചിട്ടുള്ള നല്ല നല്ല ഓർമ്മകൾ, അതായത് നല്ല നല്ല മെമ്മറീസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണ്. അതായത് ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഏതെങ്കിലും ഒരു പാർക്കിലൊക്കെ പോയിരിക്കുകയാണ്. ആ പാർക്കിൽ പോയിരുന്ന സമയത്ത് പണ്ട് നിങ്ങളുടെ കൂടെ ആ ഒരു സമയം അവിടെ പാർക്കിൽ സ്പെൻഡ് ചെയ്ത ഒരാളെയോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബീച്ചിൽ പോയിരിക്കുമ്പോൾ പണ്ട് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ഒപ്പം ആ ഒരു ബീച്ചിൽ അതേ സ്ഥലത്ത് പോയിരുന്നതൊക്കെ ഓർമ്മ വരികയാണെങ്കിൽ അതിനർത്ഥം ആ ഒരു സമയം ആ ഒരു വ്യക്തി നിങ്ങളെ നന്നായിട്ട് ഓർക്കുന്നുണ്ട് എന്നതാണ്. അതായത് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തെവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് കറങ്ങാനൊക്കെ പോയിട്ട് ഇരിക്കുന്ന ഒരു ടൈമിൽ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളും ഒരു വ്യക്തിയുമായിട്ടുള്ള നല്ല നല്ല മെമ്മറീസ് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്നതാണ്. ഇനി 15ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു നെഞ്ചിടിപ്പോ അല്ലെങ്കിൽ മേല് ഫുള്ള് ഒന്ന് ഷിവറിങ്ങോ, അതായത് നിങ്ങളൊന്ന് വിറയ്ക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും പേടിയാകുകയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ്, നല്ല കൂൾ ആൻഡ് ഹാപ്പി ആയിട്ടിരുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് നെഞ്ചിൻ്റെ അവിടെ ഒരു വേദന പോലെ തോന്നുകയോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് വിറയ്ക്കുകയോ ഗൂസ് ബംസ് വരികയോ ഒക്കെ ചെയ്യണം പെട്ടെന്ന്. അതായത് അത് വരും, പെട്ടെന്ന് അങ്ങോട്ട് പോകും. അങ്ങനെ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് മാറുന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫീലിങ്സ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വരികയും അത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മാറുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളെക്കുറിച്ചിട്ട് ഏതോ ഒരു വ്യക്തി നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നതാണ്. ഓൾറെഡി നമുക്കറിയാലോ, നമ്മളൊരു കാര്യമില്ലാതെ പെട്ടെന്ന് തുമ്മുവാണ്. അതായത് പനിയോ ജലദോഷമൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ മിക്കവാറും ആളുകൾക്ക് തുമ്മലൊക്കെ വരിക. ഇങ്ങനെ ഒരു സിംറ്റംസും ഒന്നും ഇല്ലാതെ ഒരാളിങ്ങനെ കുറേ തവണ തുമ്മുകയും അതേപോലെ തന്നെ ഒരു കാര്യമില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഗൂസ് ബംസ് ഒക്കെ വരികയാണ്. അതായത് നമുക്ക് കുളിരൊക്കെ വരികയാണ്. സാധാരണ നമുക്ക് പനിയുള്ളപ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോഴുള്ള സന്തോഷം കൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ ഈ ഗൂസ് ബംസ് ഒക്കെ വരുന്നത്. എന്നാൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ ഇതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വരികയും പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് നന്നായിട്ട് എന്തൊക്കെയോ ഓർക്കുന്നുണ്ട് എന്നതാണ്. ഓൾറെഡി ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു 3-4 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇനിയും കുറേ അധികം ടിപ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് പറയാനുണ്ട്. അതൊക്കെ വരുന്ന വീഡിയോസിൽ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയ സബ്ജക്റ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.